എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളം ഇനി അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 തീരുമാനിച്ചതോടുകൂടി വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഇലക്ഷന് വേണ്ടി അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സർക്കാർ നിരവധി സഹായങ്ങൾ ചെയ്യും. ഇതിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നേരത്തെ ആക്കിക്കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചേരുക. നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് മൂന്നാമതൊരു അവസരം ലഭിക്കുമോ, അതോ ഭരണം മാറി മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആകുമോ, UDF, LDF, BJP ഇവർക്കൊക്കെ എത്ര സീറ്റ് ലഭിക്കും എന്നൊക്കെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് എങ്കിൽ അത് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഇനിയുള്ള 10-20 ദിവസത്തിനുള്ളിൽ വലിയ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയൊക്കെയാണ്. അത് നമുക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ്റേത് 18 മാസത്തെ കുടിശ്ശികയുള്ളതിൽ പകുതിയെങ്കിലും ഇപ്പോൾ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. കഴിഞ്ഞ മാസം 2 മാസത്തേത് കൊടുക്കും എന്ന് പറഞ്ഞു ഒന്നാണ് കൊടുത്തത്. എന്തായാലും കാത്തിരിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 14,400 രൂപ ഓരോ ഗുണഭോക്താവിനും 9 മാസത്തേത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയ ആശ്വാസം തന്നെയായിരിക്കും അത്. 18 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഈ പകുതിയെങ്കിലും കിട്ടുകയാണ് എങ്കിൽ പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അത് വലിയ ആശ്വാസമാകും. ഇലക്ഷന് മുമ്പ് അത് ലഭിക്കും എന്നുള്ളതാണ്, അതായത് ഈ മാസം തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് പങ്കുവെക്കാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2,000 രൂപയാണ് ലഭിക്കുന്നത്. വർദ്ധിപ്പിച്ചതിന് ശേഷം 3-ാമത്തെ മാസവും വിതരണം ചെയ്തതിന് ശേഷം ഇനി 4-ാം മാസത്തിലേക്ക് കടക്കും. മാർച്ച് മാസത്തെ തുകയുടെ വിതരണം മാർച്ച് 25 ഉണ്ടാകും. എന്നാൽ ഈ തുക വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ തുക വിതരണവും നടക്കും. ഏപ്രിൽ 9 മുമ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം വിഷു, ഈസ്റ്ററിനോടനുബന്ധിച്ച് അത് പറഞ്ഞുകൊണ്ട് മുൻകൂറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിതരണം ചെയ്യുക. നോട്ടിഫിക്കേഷൻ, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയായിരിക്കും ജനങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യുക. പത്രവാർത്തകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് വരിക. പാർട്ടികൾക്കെല്ലാം പത്രം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ വലിയ വാർത്തയായിട്ടത് കൊടുക്കും. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം മെയ് മാസത്തെ പെൻഷനും ഈ ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം 2 അഡ്വാൻസ് ആയിട്ട് ലഭിക്കാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതിനു മുമ്പ് ഇലക്ഷൻ സമയത്തൊക്കെ അഡ്വാൻസ് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കുടിശ്ശികയാവുന്നതിന് മുമ്പ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 മാസത്തേതാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. അത് ഫെബ്രുവരി 11 അതിനുശേഷം ഇനി സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 2ാം ഗഡു വിതരണം ഈ മാസം ഉണ്ടാകും. കൂടാതെ 3ാം ഗഡുവിന്റെ വിതരണം അടുത്ത മാസം, അതായത് ഇലക്ഷൻ നടക്കുന്ന 9-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകും. അത് 1 അല്ലെങ്കിൽ 2 മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തരത്തിലുള്ള വിതരണങ്ങളാണുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് നിരവധി ആനുകൂല്യങ്ങളുണ്ട്. പേരെടുത്ത് പറയാത്ത ഒരുപാട് ആനുകൂല്യങ്ങളുടെ വിതരണം, കെട്ടിക്കിടക്കുന്ന സഹായങ്ങളുടെ വിതരണം എല്ലാം ഉണ്ടാകും. സാമൂഹ്യനീതി വകുപ്പ് മുഖേന കെട്ടിക്കിടക്കുന്ന നിരവധി സഹായങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മറ്റ് രോഗികൾക്കുള്ള ആശ്വാസം, ഇവയെല്ലാം വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും. പ്രവാസി പെൻഷൻ 2 മാസത്തേതായി മുടങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും ആ ഒരു തുകയും ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സഹായങ്ങളാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കാൻ. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 22 ദിവസം, 21 ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 9 എന്നുള്ളതൊരു മാന്ത്രിക ഡേറ്റ് ആണ്. അതിനു മുമ്പ് നിരവധി സഹായങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.